പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഹിന്ദി ദിവസമായ ഇന്നൊരു കഥ കേൾക്കൂ. ഭാഷയുടെ ശക്തി. അമ്മേ, എനിക്ക് ഭാരതം മുഴുവനുമുള്ള ദേശങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ട്. വിവിധ ഭാഷകൾ പഠിക്കാനും രാജ്യത്തിൻ്റെ നാനാഭാഗത്തുമുള്ള കുട്ടികളുമായി സൗഹൃദമുണ്ടാക്കണമെന്നും മോഹമുണ്ട്. ചിന്മയി മോൾ വലിയ ആഗ്രഹം അമ്മയോട് പറഞ്ഞു. അതത്ര എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും നമുക്ക് ശ്രമിക്കാം മോളെ, അമ്മ മറുപടി നൽകി. ഒരു ദിവസം മാഷ് അവളോട് പറഞ്ഞു, ലോകത്ത് പല പല ഭാഷകളുണ്ട്. ഓരോ ഭാഷയും ഓരോ ഹൃദയത്തിലേക്കുള്ള വാതിലാണ്. അതവളെ ചിന്തിപ്പിച്ചു. മുത്തശ്ശന്റെ സഹായത്തോടെ ചിന്മയി ഹിന്ദി പഠിക്കാൻ തീരുമാനിച്ചു. ആദ്യം കുറച്ചു വാക്കുകൾ മാത്രം. നമസ്തേ, ധന്യവാദ്, മിത്ര തുടങ്ങിയവ. അവൾ ഈ വാക്കുകൾ ആവേശത്തോടെ അഭിമാനത്തോടെ പഠിച്ചു. മുത്തശ്ശൻ അവളുടെ താല്പര്യം കണ്ട് കൂടുതൽ വാക്കുകൾ പഠിപ്പിച്ചു. ദിവസങ്ങൾ കൊണ്ട് ചിന്മയി നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാൻ കഴിവുള്ളവളായി. ഒരു ദിവസം ടീച്ചർ പറഞ്ഞു, ഹിന്ദി സംസാരിക്കാൻ അറിയുന്നവർക്ക് ഓൺലൈനിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി സംസാരിക്കാൻ അവസരമുണ്ട്. താല്പര്യമുള്ളവർ വരിക. വലിയ ക്ലാസ്സിലെ കുട്ടികൾ ആവേശത്തോടെ ഓടിച്ചെന്നു. ചെറിയ നാണത്തോടെ ചിന്നുമോളും. അവൾ മനോഹരമായി ഹിന്ദി സംസാരിക്കുന്നത് കേട്ട് അധ്യാപകർ അന്തം വിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്മയിക്ക് ധാരാളം കൂട്ടുകാരും ഉണ്ടായി. ബോംബെയിലും ഡൽഹിയിലും ഗുജറാത്തിലുമുള്ള കുട്ടികളെ കൂടാതെ നേപ്പാൾ, ഭൂട്ടാൻ, മലേഷ്യ മുതലായ വിദേശ രാജ്യങ്ങളിലെ കൂട്ടുകാരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. ആദ്യം തമ്മിൽ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ചിന്നു ചിരിച്ചുകൊണ്ട് നമസ്തേ പറഞ്ഞു. നമസ്തേ, ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. നമസ്തേ, എല്ലാവരും മറുപടിയായി അതേ വാക്ക് പറഞ്ഞു, നമസ്തേ. പിന്നീട് അവർ ഹിന്ദിയിൽ സംസാരിച്ചു തുടങ്ങി. സാവധാനം ചെറിയ കഥകൾ പറഞ്ഞു, പാട്ടുകൾ പാടി, സ്വന്തം നാട്ടിലെ ഉത്സവങ്ങളും കളികളും വിശേഷങ്ങളും പങ്കുവച്ചു. ഭാഷ ദേശവ്യത്യാസങ്ങൾ മറന്നു, സ്നേഹം മാത്രം ബാക്കി. ചിന്നു അന്ന് മനസ്സിലാക്കി, ഹിന്ദി ഒരു ഭാഷ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. വീട്ടിൽ വന്ന് അവൾ അമ്മയോട് പറഞ്ഞു, ഒരു വാക്ക് പഠിച്ചപ്പോൾ എനിക്ക് ലോകം മുഴുവൻ സുഹൃത്തുക്കളുണ്ടായി. അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, അതാണ് ഭാഷയുടെ ശക്തി. ഭാഷകൾ നമ്മെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ്. അന്നു മുതൽ ചിന്മയി സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിച്ചു തുടങ്ങി. അതിലൂടെ അവളുടെ അറിവിൻ്റെ ലോകം വിശാലമായി.